നന്ദിയോടെ പാടിയിടുകേ, നന്ദിയോടെ പാടിയിടുകേ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കലൂടെ ശക്തിയോടെ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്ത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ എൻ്റെ ജീവിതത്തിൽ നൽകിയ വിലപ്പെട്ട നല്ല അവസരത്തെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്നു. ഇന്ന് രാത്രി ഞാൻ വിനീതമായി നിങ്ങളോട് കൈകൂപ്പി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കർത്താവിന്റെ ദാസന്മാരും മുമ്പോട്ട് ഇവിടെ വന്നിരിക്കുന്നവർ ഇവിടെ ഇരിക്കാം. കുറച്ചുകൂടെ ഈ കസേര മുമ്പോട്ട് ഇരിക്കാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. സഹോദരിമാര് ഒക്കെ മുമ്പോട്ട് ഈ കസേരകളൊക്കെ ഫിൽ ചെയ്യാമെങ്കിൽ വലിയ അനുഗ്രഹമായിരിക്കും, സന്തോഷമായിരിക്കും. ശുശ്രൂഷയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. നിങ്ങളെ അനുസരിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാരെല്ലാവരും മുമ്പോട്ട് ഉണ്ടാകും. അപ്പോൾ തന്നെ പുറകിരിക്കുന്ന മോനെ നീ ഇവിടെ വന്നു, കുഴപ്പമില്ല, നിന്റെ എല്ലാം മാറുന്നു. നീ വന്നപ്പോഴേ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടത് നീ വാ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഥമ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സദസ്സിലിരിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് മധുരം കരയേറ്റുന്നു. പ്രത്യേകാൽ എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ ശിവൻകുട്ടി പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത്. ഒത്തിരി ദീർഘ ബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു ശുശ്രൂഷിക്കാനിടയായി. പ്രാർത്ഥനയിൽ ചില പ്രാർത്ഥനകൾക്ക് നിൽക്കുവാനിടയായി. അതിനുശേഷമായി ഞങ്ങൾ 2 മീറ്റിങ്ങുകൾക്ക് പല സ്ഥലത്ത് വെച്ച് കാണുവാനും ഞങ്ങൾക്ക് ആ ബന്ധങ്ങൾ പുലർത്തുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഒത്തിരി ശുശ്രൂഷ മേഖലയിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലും സംസാരത്തിലൊക്കെ എനിക്ക് ഇദ്ദേഹത്തോട് ഒത്തിരി താല്പര്യം തോന്നി. ദൈവത്തിന് സ്തോത്രം. കാണുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് സഹകരിക്കാനിടയായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ രാത്രിയിൽ എന്നെ ക്ഷണിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു മീറ്റിങ്ങിന് നേരത്തെ സമയം കൊടുക്കുകയും ഞാൻ എല്ലാം ഈ കലണ്ടറിനകത്ത് ടിക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്തു. കർത്താവിൻ്റെ ദാസൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്ന ഏറെ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. 21 ദിവസം കർത്താവിൻ്റെ ക്ഷണത്തിൽ ഉപവസിക്കുന്ന കർത്തദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഉപവാസം വെറുതെയല്ല. വിശ്വസിക്കുന്നവരാരും മൗനമായിരിക്കും. ഇന്ന് രാത്രി നാം വന്നിരിക്കുന്നത് ദൈവത്തിന് അധരങ്ങൾ ചലിച്ച് ഇന്ന് രാത്രിയിൽ ദൈവിക വചനത്തെ സ്വീകരിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ടോ? രാത്രി ദൈവത്തിന്റെ വലിയ വിടുതലുകൾ ഇതിന്റെ നടുവിൽ സംഭവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞങ്ങളുടെ ദൈവത്തെ വചനം പറയുന്ന ഒരു പദമുണ്ട്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അവനെ അനർത്ഥ സമയങ്ങളിൽ കൂടാരങ്ങളിൽ ഒളിപ്പിക്കും. മിണ്ടുന്നില്ല. ഇന്ന് രാത്രി
ആമേൻ. കർത്താവിന്റെ ദാസനോട് ചേർന്ന് നിൽക്കുന്നത് നമുക്കെല്ലാം ഭാഗ്യമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം നമ്മളെ ഒളിപ്പിക്കും കേട്ടോ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് സ്വന്തം. ദൈവത്തിന് ഞാനൊരു ഒറ്റ വാക്ക് മുഖവര പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുക. ദൈവം ഒരുത്തനെ ഉയർത്തണമെങ്കിൽ, ദൈവം ഒരുത്തനെ ഉയർത്തണമെന്ന് ദൈവത്തിന്റെ അതായത് അസൈൻമെന്റിനകത്തുണ്ടെങ്കിൽ ദൈവം അവനെ ചിലപ്പോൾ മറയ്ക്കും. നിങ്ങളൊന്നും മിണ്ടുന്നില്ല, എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നിന്നെ ദൈവത്തിന് ഉയർത്തണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഇങ്ങനെ ഒന്ന് മറയ്ക്കും. ഹല്ലേലൂയ. എന്താ കാരണം അറിയാമോ? അവൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു. പ്രതിസന്ധിയുടെ നടുവിൽ വന്നപ്പോൾ മോശെ 40 വർഷം മറച്ചു. എന്തിനാ? അവനെ കൊട്ടാരത്തിനകത്തല്ല, അവൻ അനേക ജീവിതങ്ങളുടെ അവൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു ഒരു വലിയൊരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മോശെ ഒന്ന് മറയ്ക്കണമായിരുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. അതായത് മനകടക ശങ്കര നിന്നെ ചില വിഷയങ്ങൾക്ക് മറയ്ക്കുന്നത്, ചില പ്രതികൂലങ്ങൾക്ക് വരുന്നത്, ചില പ്രതിസന്ധിയുടെ വഴികളിലേക്ക് കടന്നു പോകുന്നത് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു വരുന്നു. നിന്നെ ദൈവത്തിന് ഉയർത്താൻ പ്രായമുള്ള നിന്റെ ദൈവത്തിന് പണിയുവാൻ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്ലാനിനകത്തിരിക്കുന്ന ആരുണ്ടോ അതിന്റെ നടുവിൽ നിനക്ക് വീട് വരണം. സ്തോത്രം. രാത്രി ഞാൻ വ്യക്തമായി പറയുന്നു, ഈ കൂടാരമൊക്കെ പൊളിക്കും. സ്തോത്രം. ശിവകുട്ടി പാസ്റ്ററെ, ഇതൊക്കെ പൊളിച്ചു കളയും. ഇതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഇതിനകത്തൊരു നല്ല ബിൽഡിംഗ് വരും. റിസീവ് ചെയ്യുന്ന ദൈവജനം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കുക. ഞാൻ ദീർഘകാലം IPC-ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ വന്നത് IPC-ക്കകത്താണ്. ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. ഞാൻ പുനലൂർ വാളക്കോട് ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു വലിയ പുള്ളിയായിരുന്നു. ഞാൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞങ്ങളുടെ പശ്ചാത്തലം എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ മണിക്കൂർ പറഞ്ഞാൽ തീരത്തില്ല. ഞാൻ അതിലൊന്നും പറയുന്നില്ല. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വന്ന് ഒന്നുമില്ലായ്മയുടെ നടുവില്ല, ശൂന്യതയുടെ നടുവില്ല ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. സമ്പത്തിന്റെ മേഖലയിൽ നന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ 7 മക്കളിൽ ഏറ്റവും ഇളയവനാണ്. എൻ്റെ ജ്യേഷ്ഠന്മാർ അച്ഛന്മാരൊക്കെ ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് പുനലൂരുമല്ല, ഞാൻ ജനിച്ചു വളർന്ന അടൂർ മണക്കാലയില്ല. വർഷങ്ങളായി ഞാൻ ഇവിടെ പാർക്കാൻ തുടങ്ങിയത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ഫാദർ എൻ്റെ പപ്പ എന്ന് പറയുന്ന ആള് ഗവൺമെൻറ് സർവീസിൽ സെയിൽസ് ടാക്സിലെ നല്ല ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പുനലൂർ വന്നതും. പുനലൂർ വന്നപ്പോൾ എൻ്റെ പിതാവിന് മനസ്സിലായി പുനലൂര് കോളേജുണ്ട്, സ്കൂളുകളുണ്ട്, പഠിക്കുവാനുള്ള സകല സാമഗ്രികളും വേണ്ടുന്ന എല്ലാം അടുത്തടുത്തുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ സെറ്റായി. അങ്ങനെ വർഷങ്ങളായതിനു ശേഷമാണ് ഞാൻ ഈ ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടാണ് ഇതിനകത്ത് വന്നത്. ഞാൻ പറഞ്ഞു വന്ന സാരം, ഈ വേദപുസ്തകത്തിൽ നാളെ നിനക്ക് തരുമെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല, ഇപ്പൊ തന്നെ കിട്ടുമെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ആത്മാവ് ചിലത് പറയും. സെൻസ് ചെയ്താൽ അതിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഞാൻ പറയുന്നു. ഞാന് ഒന്നുമില്ലാതെ ഒരു വീട്ടിൽ നിന്ന് ഈ ബന്ധക്കോസിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ വീട്ടുകാരൊക്കെ വലിയ സമ്പന്ന കുടുംബക്കാരാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങളെ അതിലോട് ചേർത്ത് നിർത്താതെ അവരെ ഞാനൊക്കെ ബന്ധക്കോസിൽ വന്ന കാലം എന്ന് പറയുമ്പോൾ അന്നൊക്കെ ബന്ധക്കോസ് എന്ന് പറയുന്നത് ഒരു നികൃഷ്ടമായി കാണുന്ന ഒരു കാലഘട്ടമാണ്.
അവരെ ആൾക്കാര് ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. ആ ഒരു മേഖലയിൽ ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലൂടെ ഞാൻ കടന്നു വന്നത്. പക്ഷേ ആമേൻ, ദൈവം തന്ന ഒരു കൃപയിലും ദൈവം തന്ന ഒരു വെളിപ്പാടിലും ആ വിശ്വസ്തയോടെ നിന്നു പ്രതികൂലങ്ങളുടെ നടുവിൽ പോരാടി ജീവിച്ചു. ഇന്ന് പകലിൽ എനിക്ക് പറയാൻ കഴിയും, ദൈവം സകലതും തന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ, ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയുന്നു, ദൈവം ചിലതൊക്കെ ചെയ്യും. ദൈവത്തിന് അതുകൊണ്ട് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, ദൈവദാസിമാരോട്, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ ഞാൻ ശുശ്രൂഷിക്കുക. നിങ്ങൾ ആമേൻ ദൈവശക്തിയോടെ ഈ വചനം പുറപ്പെടുന്നത് ആമേൻ അതിന്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇതിനകത്ത് ഒരാളുണ്ടെങ്കിൽ അകത മനകടക വൈദ ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധമായി നിന്റെ സ്ഥിതി മാറ്റുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ സ്ഥിതികളെ മാറ്റുന്ന രാത്രിയാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് മോളും മോനുമാണ്. മോളാണ് മൂത്തത്. മോളെ വിവാഹം കഴിച്ചത് മല്ലപ്പള്ളിയിലാണ്. ഇപ്പോൾ അവർ ദുബായിലായിരുന്നു. ദുബായിൽ എൻ്റെ മരുമകൻ അവിടെ ജോലിയാണ്. അവനൊരു എഞ്ചിനീയറാണ്. എൻ്റെ മോള് BSc നഴ്സാണ്. അവിടെ ജോലിയായിരുന്നു. 3 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം വീട്ടിലുണ്ട്. അവർ ഈ കീഴ്വായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മല്ലപ്പള്ളി കീഴ്വായ്പൂരത്ത് ആണ് അവരുടെ സ്ഥലം. ഇപ്പം അവിടെ ഒരു വീട് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ ആയിരുന്നു. താമസമൊക്കെ 2 വീടുണ്ട്. ആദ്യം താമസിക്കുന്ന വീട് മല്ലപ്പള്ളി ജംഗ്ഷനിലായിരുന്നു. ഒരു വലിയ വീടാണ് അത്, അവരുടെ കുടുംബ വീട്. പക്ഷേ മണിമലയാറ്റിൽ വെള്ളം കയറി അവിടെ 3 പ്രാവശ്യം ആ ഭവനത്തിനകത്ത് വെള്ളം കയറി സകലതും നഷ്ടപ്പെട്ടു. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഇപ്പോൾ ഒരു മനോഹരമായ വീട് വെള്ളം കയറാത്ത മേഖലകളിൽ സിറ്റിക്കകത്ത് ദൈവം കൊടുത്തു. കീഴ്വായ്പൂർ സിറ്റിക്കകത്ത് കൊടുക്കുവാനാണ്. അതിപ്പോൾ അവിടെ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പിന്നെ ഒരു മകനുണ്ട്. മകൻ ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവൻ അവിടെയാണ് പാർക്കുന്നത്. കുഞ്ഞുങ്ങൾ, അവൻ വിവാഹിതനാണ്. ദൈവത്തിന് സ്തോത്രം. ലോകരാജ്യങ്ങളിൽ ദൈവിക ശുശ്രൂഷയിൽ ഫീച്ചറായിരിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന, ദൈവം കാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന എൻ്റെ മകനായിട്ട് പറയുകയല്ല, ഒരഭിഷേകം ചുമക്കുന്ന ഒരു മകനാണ് എനിക്കുള്ളത്. അവന് മോന് ചർച്ചുണ്ട്. 9 നാഷണാലിറ്റിയാണ് വൈദൻ്റെ ചർച്ചിനകത്തുള്ളത്. 30 വയസ്സിന് താഴെയുള്ളൂ. ദൈവം അനേകം മേഖലകളിൽ ദൈവം ഉപയോഗിക്കുന്നു. ഞങ്ങളൊരു അഭിഷേകത്തെ മുന്നോട്ട് നടത്തുന്നു. ദൈവം നടത്തുന്ന വഴികൾക്ക് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വലിയ വീടുതലുകൾ ഇതിനകത്ത് വിശ്വസിക്കുന്നവരുടെ സ്തോത്രം ചെയ്തു. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ പറയുന്നു, ചില കുടുംബങ്ങളുടെ മേളിൽ കുടുംബങ്ങളുടെ മേളിൽ ചില വിടുതലുകൾ, ചില നാളുകൾ കൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, നിന്റെ തലമുറയെക്കുറിച്ച് നീ പ്രാർത്ഥിക്കുന്ന വിഷയം, നിന്റെ കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം, ചില വഴികൾ അടഞ്ഞതിനെ ഇന്ന് രാത്രി തോട്ടം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോ. അതുപോലെ പരിശുദ്ധന്മാരോട് പ്രാരംഭമായി പറയുമ്പോൾ ആമയിൽ ഇരിക്കുന്ന അഭിഷക്തന്മാരുടെ ശുശ്രൂഷകളുടെ ലെവലുകളെ മാറ്റുന്ന ഉന്നതകളിൽ നീ ശുശ്രൂഷിച്ചതല്ലാത്ത നിലവാരത്തിൽ നിന്നെ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവരാണ്.
ഇവിടെ ഇരിക്കുന്നവരെ അന്യഭാഷ അല്പസമയം അന്യഭാഷ പ്രാപിച്ചവരായി മൗനമായി ഇരിക്കാതെ അല്പസമയം അന്യഭാഷയിൽ വിശ്വസിക്കുന്നവരായി മൗനമായി ഇരിക്കാതെ അല്പസമയം അന്യഭാഷയിൽ ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ പ്രാപിച്ചാട്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടും വ്യക്തികളോട് ഇടപെടും. വിശ്വസിക്കുന്നവർക്കായ ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് സുപരിചിതമായ ഒരു വാക്യം നമുക്ക് വായിക്കാം. എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യമാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. അടുത്തത്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മതി. സ്തോത്രം. നിങ്ങൾ എന്നോട് ശ്രദ്ധിക്കണം. ഒരാൾ വായിക്കണം, ബാക്കിയുള്ളവർ നിങ്ങൾ കണ്ണ് മഞ്ചാണ്, കണ്ണടയ്ക്കാതെ എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കി നിൽക്കണം. ഇതിനകത്ത് വരുന്ന പരിശുദ്ധാത്മാവ് വരുന്ന ഈ ദൂതുകൾ നിങ്ങൾ ഏറ്റെടുത്താൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തൊരു വിടുതൽ വളരെ വേഗത്തിൽ ആമൻ മുഖവരയ്ക്കകത്തൊന്നും പോകുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ആമൻ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കാം. നിങ്ങൾ തല കുനിച്ചൊന്നും കിടക്കരുത് കേട്ടോ. അവന് ഏത് ദൈവദാസന്മാർ പ്രസംഗിച്ചാലോ, ഏത് ദൈവമക്കൾ പ്രസംഗിച്ചാലോ, ഒരു കൊച്ചു കുഞ്ഞ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാലോ, നിങ്ങൾ അവരുടെ മുഖത്തോട്ട് തന്നെ ഒരു കൾച്ചറിലേക്ക് വരണം. നമ്മുടെയൊക്കെ മനസ്സിൽ വീണിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉപദേശിച്ച് പ്രസംഗിക്കട്ടെ, അതൊന്നുമല്ല. നിങ്ങൾ ട്രഡീഷൻ ഉള്ളവരൊന്നും ട്രഡീഷനകത്താണോ നിൽക്കുന്നത്? ആമൻ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ ആത്മാവിന് കീഴ്പ്പെടുവാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം. വിശ്വസിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? ഞാൻ വളരെ വേഗത്തിൽ പോകുക. ആമൻ 17 ദിവസങ്ങൾ കൊണ്ട് മിണ്ടുന്നില്ല. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കണ്ണടച്ചുകൊണ്ട് ധ്യാനിക്കുക. ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വളരെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് വളരെ കണ്ണുനീരൊഴുക്കി ആമൻ ഈ ചർച്ചിലേക്ക് കൊടുക്കേണ്ട ആത്മിക ദൂത് എനിക്ക് തന്ന എൻ്റെ ദൈവം അയച്ചതാ.